ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നൈബറെ വീട്ടിലാണ്. മാത്രമല്ല ഇക്കയുടെ ഫ്രണ്ടിൻ്റെ അനിയനും കൂടെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പാടത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അങ്ങനെ നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ശരി, ഇതാ അങ്ങ് വെള്ളത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് തിരക്കൂടാണ് കേട്ടോ. നമ്മളിതാ കല്യാണ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് സാറ്റർഡേയ്സ് മാത്രമല്ലേ ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ പോയിട്ട് അപ്പോൾ പോക്കൊക്കെ വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇക്കയും ഞാനും ഷെസും ഒരുമിച്ചായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇതാ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഷെസു ഇതാ ഒറ്റയ്ക്ക് തന്നെ കസാല വേണം, പാത്രം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ 3 ആളെ പാത്രത്തേക്കും മിക്ക തന്നെയാണ് ഫുഡ് വിളമ്പി തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇനി ഇതിക്ക് വേണ്ടിയിട്ടുള്ള അച്ചാറും സാലഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൺഡേ ആർക്കെങ്കിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ പോലെ പ്രോഗ്രാംസ് ഉള്ളവർ ജസ്റ്റ് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇതിക്ക് വേണ്ടിയിട്ടുള്ള അച്ചാറുണ്ടല്ലോ, മധുരമുള്ള അച്ചാറാട്ടോ. എനിക്ക് ബിരിയാണിക്ക് ഇഷ്ടം ഇരുള്ള അച്ചാറാണ്, പക്ഷേ ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഇടയിൽ ഇതാ ഒരു ഗ്യാങ് തന്നെ നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ആരുമല്ല, ഇക്കയുടെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. ജുനൈദ് കാക്കയും അതുപോലെ തന്നെ നടേശൻ കാക്കയും അതേപോലെ തന്നെ മാനു കാക്കയും ഒരു 3 ആളും വന്നിട്ട് താങ്കൾ ഫുഡ് കഴിക്കാണോ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഒരു ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഇനി എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഷെസുകൂടെ അതാ കയ്യകാനൊക്കെ വന്നിട്ടുണ്ട്. ഷെസു ഇത് അവിടെ ഒരു വാഴക്കൊല കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് പോയി ഓനെന്നെ ഒറ്റയ്ക്ക് ഇരിഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട്. ആദ്യം എന്താ സംഭവം പിടിയിട്ടിട്ടുണ്ടായിരുന്നില്ല, തൊലിയൊക്കെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അവനൊരു വേസ്റ്റ് ബിന്ന് കണ്ടത്. അങ്ങനെ താഴെ ഇട്ട് തൊലിയൊക്കെ അത് എടുത്തിട്ട് വേസ്റ്റ് ബിന്നൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയൊക്കെ കഴിക്കുന്നിടയിലാണ് ഈ ഒരു കാര്യം കാണുന്നത്. ഒരാളിതാ അവിടെ നിന്ന് വാഴക്കൊല അതാ കട്ടുകൊണ്ട് പോകാൻ നിൽക്കുന്നത്. ആൾ കാണാതെടുത്ത വീഡിയോസുകളാണ്. അറ്റ് ലാസ്റ്റ് അദ്ദേഹം വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു പഴത്തുമ്മൽ അങ്ങോട്ട് ഒതുക്കാന്ന് പറഞ്ഞിട്ട് ഒരു പഴം ഇരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എടുക്കും എത്തൂല എന്ന് അയാൾക്ക് തന്നെ അറിയാം. പിന്നെ ഇതാ 10-20 പഴമൊന്നുമല്ല അവിടെ ഇരുന്ന് ഒറ്റ ഇരിപ്പിന് ഇരുന്ന് കഴിച്ച് തീർത്ത് കേട്ടോ. പിന്നെ എന്താ ഇക്കും ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും വിശ്വസും ഇവിടെ പോസ്റ്റായി നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ച് പോവുകയാണ്. പിന്നെ ഇതാ അവിടെ എല്ലാവരും കൂടെ നിന്നിട്ട് നമുക്ക് ട്രോളലും പരിപാടികളൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. സാരല്ലേ, നമുക്കൊരു ദിവസം വരും. പിന്നെ വരുന്ന വൈക്കിൽ ഇത് അങ്ങാടിയിലൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇക്ക് സോഡ വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോഡ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഷെസൂട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഷെസുവിനെ ഇതാ കിടത്തിയിട്ടുണ്ട്. പക്ഷേ സോഡ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മളിതാ ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോഡ ഒക്കെ കുടിച്ച്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമല്ലേക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.